വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സ്ക്രീനർ ഡോട്ട് ഇൻ ആണ് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ സ്ക്രീനർ ഡോട്ട് ഇൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഗ്രൂപ്പ്സിലും ഫോറംസിലും ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ഞാനിത് അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. എനിക്കിതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ഇഷ്ടമുള്ളത്. അതെന്താണെന്നാണ് ഞാൻ പ്രൈമറിലി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഈ സൈറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂവും. ഇതാണ് സ്ക്രീനർ ഡോട്ട് ഇൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്തെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഹോം പേജ് അവർ പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രൂപ്പ്സിലും ഫോറംസിലും കണ്ടിട്ടുണ്ട്. ഈ സ്ക്രീനർ ഡോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എല്ലാവരും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പുതിയ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ അതിന് ആക്ച്വലി എഗൻസ്റ്റ് ആണ്. കാരണം ഈ സ്ക്രീനർ ഡോട്ട് യൂസ് ചെയ്ത് നമ്മൾ കുറേ ക്രൈറ്റീരിയൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ ആക്ച്വലി സ്റ്റോക്സ് സജസ്റ്റ് ചെയ്യും. പക്ഷേ അത് കേട്ടിട്ടില്ലാത്ത കൂടെ കമ്പനീസ് ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ സ്ക്രീനർ ഡോട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കമ്പനീസിൻ്റെയും അതിൻ്റെ പിയർ കമ്പനീസിൻ്റെയും ഒരു ക്വിക്ക് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ സ്ക്രീനർ ഡോട്ടിൻ്റെ അകത്ത് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം അതിൻ്റെ സെർച്ച് ബോക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് ഞാനിപ്പം ഇൻഫോസിസ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം ഇൻഫോസിസിൻ്റെ പേജിലോട്ട് പോയി. ഇതെന്ന് പറയുന്നത് എഗെയിൻ ഒരു സിമ്പിൾ സൈറ്റാണ്. ഒറ്റ പേജിൽ തന്നെയാണ് ഇവരെല്ലാ ഡീറ്റെയിൽസും കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ടോപ്പിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണിച്ചിട്ടുണ്ട്, കറണ്ട് പ്രൈസ് കാണിച്ചിട്ടുണ്ട്, 52 വീക്ക് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്, ബുക്ക് വാല്യൂ കാണിച്ചിട്ടുണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണിച്ചിട്ടുണ്ട്, സെയിൽസ് ഗ്രോത്തിൻ്റെ ഒരു ആവറേജ് കാണിച്ചിട്ടുണ്ട്, ഡിവിഡൻഡ് യീൽഡിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസും കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2005 മുതലുള്ള ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ തന്നെ വ്യൂയിൽ ഈ കമ്പനിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്. ഇവർ മാനുവലി എൻ്റർ ചെയ്യുന്നതല്ല. ഇനി വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ കമ്പനിയുടെ ഒരു പിയർ കമ്പാരിസൺ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള കമ്പനീസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഫോസിസും TCSും വിപ്രോ എല്ലാം കൂടെ ഇതിൻ്റെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം കറണ്ട് മാർക്കറ്റ് പ്രൈസും PE മൾട്ടിപ്പിളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഡിവിഡൻഡ് യീൽഡും അതുപോലെ ലേറ്റസ്റ്റ് അവരുടെ ക്വാർട്ടർലി പ്രോഫിറ്റ് എത്ര എന്നുള്ളത്, അതുപോലെ ഇയർലി ഗ്രോത്ത് എത്ര, സെയിൽസ് എത്ര ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് എഡിറ്റ് കോളംസിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അതിൻ്റെ തൊട്ട് PEG റേഷ്യോ ആഡ് ചെയ്യുകയാണ്, അതുപോലെ ബുക്ക് വാല്യൂ ആഡ് ചെയ്യുകയാണ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ലേറ്റസ്റ്റ് ഇയറിലെയും അതിന് മുമ്പത്തെ ഇയറിലെയും നെറ്റ് പ്രോഫിറ്റ് ഞാൻ ആഡ് ചെയ്യുകയാണ്. സോ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് പിയർ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഓരോ കമ്പനീസിനെയും കമ്പയർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ വ്യൂ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിച്ചിട്ടുണ്ട്. അതായത് ആനുവൽ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 12 വർഷമായിട്ടുള്ള ഡേറ്റയാണ് ഇവർ ഒറ്റ സ്ക്രീനിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കൺസോളിഡേറ്റഡ് ഫിഗേഴ്സും ഉണ്ട്, സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സും ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ സെയിൽസ് ഗ്രോത്തിൻ്റെയും പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെയും റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെയും ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അത് 3 ഇയർ ആവറേജും 5 ഇയർ ആവറേജും 10 ഇയർ ആവറേജും പിന്നെ ലേറ്റസ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞ് എഗെയിൻ ആനുവലി ഉള്ള ബാലൻസ് ഷീറ്റും കാണിച്ചിട്ടുണ്ട്. അതും ലാസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ടുള്ള ഡേറ്റയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഒറ്റ സ്ക്രീനിൽ. അത് കഴിഞ്ഞ് വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് ഫ്ലോസും ഡിഫറൻറ്റ് റേഷ്യോസും അതുപോലെ ഇവരുടെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സും ക്രെഡിറ്റ് റേറ്റിംഗ്സും റീസെൻറ്റ് അനൗൺസ്മെൻറ്റും ഇതെല്ലാം ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ സ്ക്രീനർ ഡോട്ട് ഇനിലെ വാച്ച് ലിസ്റ്റ് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ വാച്ച് ലിസ്റ്റ് ആക്ച്വലി എംപ്റ്റി ആണ്. ഞാനപ്പോൾ അതിൻ്റെ അത് കുറച്ച് സ്റ്റോക്സ് എക്സാമ്പിളായിട്ട് ആഡ് ചെയ്യുകയാണ്. സോ ഞാൻ ഇൻഫോസിസ് ആഡ് ചെയ്യുകയാണ്. പിന്നെ ആ സെഗ്മെൻറ്റിലെ തന്നെ ലീഡറായ TCSും ആഡ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ബ്രിട്ടാനിയുമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡൺ കൊടുത്തു. സോ ഇപ്പോൾ ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം ഡേറ്റ കാണാൻ പറ്റും. സോ ഞാൻ പ്രീവിയസ്ലി ആഡ് ചെയ്ത PEG റേഷ്യോയും ബുക്ക് വാല്യൂവും ഇതെല്ലാം ഇവിടെയും കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒറ്റ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്താൽ മതി. ഇനി ഹോം പേജിലോട്ട് പോവുകയാണെങ്കിൽ അവർ വീണ്ടും അത് പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ഡേറ്റ എല്ലാം വെച്ചിട്ടാണ് അവരത് ഫില്ല് ചെയ്തിരിക്കുന്നത്. സ്ക്രീനർ ഡോട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പേഴ്സണലി അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാനിത് ചെക്ക് ചെയ്യാറുള്ളൂ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.